الحمد لله إن الحمد لله تعالى نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله النبي الأمي الذي قد بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وصلوات الله وسلامه عليه من دعا بدعوته واهتدى بهديه وسار على سنته إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان أوصيكم ونفسي أولا بتقوى الله يقول الله جل وعلا في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون صدق الله مولانا العظيم. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ഹലാലുകളും ഹറാമുകളും പരിഗണിച്ചുകൊണ്ട് ഇത്തഖുല്ലാഹ മസ്തതഅ്തും സാധിക്കുന്നതിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകളും രക്തരൂക്ഷിതമായ കാഴ്ചകളും കണ്ട് കേട്ട് മനസ്സ് മരവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സത്യവിശ്വാസികളായ നാം വിശുദ്ധ റമദാനിന് ശേഷം ഒരുമിച്ച് കൂടുന്നത്. ഭൂമുഖത്ത് നിന്ന് ളുൽമ്, ഫസാദ്, ഫിത്ന, മുസീബത്തുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരുടെ റിസാലത്തുമായി മനുഷ്യലോകത്തെ സമീപിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ അവർ പരിഹസിക്കപ്പെടുമായിരുന്നു. ഭൂമുഖത്ത് പ്രശ്നങ്ങൾ തന്നെയാണ് വേണ്ടതെന്നാണ് പിശാചിൻ്റെ പ്രവൃത്തികൾ അന്നും ഇന്നുമൊക്കെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ളുലുമിനെ സംബന്ധിച്ചിടത്തോളം അല്ലുലുമു ളുലുമാത്തുൻ യൗമുൽ ഖിയാമ, അക്രമം എന്ന് പറയുന്നത് അക്രമങ്ങളായി തന്നെ തിരിച്ചടിക്കും. അത് ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അതിനാൽ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അക്രമി കൂട്ടങ്ങൾക്ക് മാത്രമല്ല, അക്രമം കൊണ്ട് ലോകത്തിന് മുഴുവനും നാശമുണ്ടാകും. അതിനാൽ അക്രമവുമായി ബന്ധപ്പെട്ട സകലമാന സംഗതികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ മനസ്സിലാക്കി തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറൻ ഫജഅലൽ ജനാദിബു വൽ ഫറാഷ്. ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, എൻ്റെ ഉപമ ഞാൻ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി ഏകദേശം തീ കത്തിക്കപ്പെട്ട ആ തീയിലേക്ക് ഈയാമ്പാറ്റകൾ ഓടിയെടുക്കുന്നത് പോലെ, പ്രാണികൾ വന്ന് വീഴുന്നത് പോലെ, ആ പ്രാണികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഏതെങ്കിലും വിധത്തിൽ അവർ ആ തീയിൽ വന്ന് വീഴും എന്നതുപോലെയാണ് എൻ്റെ ഉദാഹരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വഅന ആഖുദു ബിഹുജ്സികും അനിൻ നാരി വഅൻതും തഫല്ലതൂന മിൻ യദി. നിങ്ങൾ മനുഷ്യർ എങ്ങനെയെങ്കിലും തീയിലേക്ക്, ഈ അക്രമത്തിൻ്റെ നരകത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിൽ നിന്ന് കൈപിടിച്ച് അതിൽ നിന്ന് വലിച്ചു പുറത്തിടാൻ വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെടുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദഅവത്തുകളും അവരുടെ ഇസ്ലാഹുകളും അവരുടെ പ്രബോധന സംരംഭങ്ങളുമൊക്കെയും ഭൂമുഖത്ത് നിന്ന് ഫസാദുകൾ മാറ്റാൻ, ഫിത്നകൾ മാറ്റാൻ, ളുൽമുകൾ മാറ്റാൻ, മുസീബത്തുകളില്ലാത്തൊരു ലോകക്രമത്തിന് വേണ്ടിയാണ് സത്യവിശ്വാസികൾ പടപൊരുതേണ്ടത്. പ്രവാചകന്മാരുടെ സാരോപദേശങ്ങൾ, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹതു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു, റബ്ബിൻ്റെ റിസാലത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്ദേശമാണ് നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, ഉപദേശിക്കുന്നവരുടെ ഉപദേശം നിങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങളെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയുന്നത്? പ്രവാചകന്റെ അനുയായികൾ തിരിച്ചു ചോദിക്കും. പ്രവാചകന്മാർ അതിന് നൽകുന്ന മറുപടി, ഖുൽ ഇന്നമാ ഉൻദിറുകും ബിൽ വഹി, അല്ലാഹുവിൻ്റെ ദിവ്യബോധനം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂമുഖത്ത് ഫിത്നയും ഫസാദും ഉണ്ടാകാതിരിക്കുവാനുള്ള വർക്കുകളാണ് ലോക ജനത ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഉബല്ലിഉകും റിസാലാതി റബ്ബി വഅന ലക്കും നാസിഉൻ അമീൻ. പല പ്രവാചകന്മാരും പല രൂപത്തിൽ പല രീതിയിൽ ഭൂമുഖത്ത് നിന്ന് ഫിത്നയും ഫസാദും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഭൂമുഖത്ത് അവരുടെ സന്താന പരമ്പരകളും അവരുടെ കൃഷിയും അവരുടെ എല്ലാ എണ്ണപ്പാടങ്ങളും നിലനിർത്തണമെന്ന് തന്നെയാണ് അല്ലാഹു ആഗ്രഹിക്കുന്നതും. അങ്ങനെയുള്ള ഉത്ബോധനങ്ങളാണ് സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളതും. പക്ഷേ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, നന്മയുടെ ശത്രുക്കൾ, തിന്മയുടെ വാഹകർ, അവർ എവിടെയൊക്കെ വാഴുന്നുവോ, ഏതെല്ലാം കാലഘട്ടത്തിൽ വാഴുന്നുവോ, വൈദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ അർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഭൂമുഖത്ത് ഭരണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വല്ല സ്വാധീനവും കിട്ടിക്കഴിഞ്ഞാൽ
ഭൂമിയിലുള്ള സകലമാന കൃഷികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അടുത്ത തലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മുടെ മധ്യപൗരസ്ത്യ ദേശങ്ങളിലൊക്കെ നടന്നു വരുന്ന വലിയ വലിയ ഫിത്നകൾ, ഫസാദുകൾ ഇന്നത്തതിനേക്കാളും ഉപരി ഭാവി തലമുറയെയും അടുത്ത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയുമായിരിക്കും ബാധിക്കുക. അവർക്ക് ശ്വസിക്കാനുള്ളത് ശുദ്ധവായു ആവണമെന്നില്ല. അവർ ഏതെങ്കിലും അപകടകരമായ രൂപത്തിലാണ് ജീവിക്കേണ്ടി വരിക. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ നാം അതൊരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇനിയും ഈ തിന്മയുടെ ശക്തികൾ വാഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂമുഖത്ത് ഫസാദുകൾക്ക് വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഫസാദുകൾ എന്ന് പറയുന്നത് വയുഹ്ലിക്കൽ അർസ, എല്ലാവിധ കൃഷികളെയും ഇല്ലായ്മ ചെയ്യുക. എണ്ണപ്പാടങ്ങൾ കൃഷിയാണ്, മൃഗസംരക്ഷണം, മൃഗവളർത്തൽ കൃഷിയാണ്. ഇങ്ങനെ കൃഷി എന്ന് പറയുന്ന നാം വിചാരിക്കുന്നത് പോലെ ഏതാനും ചില ചെടികളെ കുറിച്ച് മാത്രമല്ല. സിറാ എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഹർസ് എന്ന പദമാണ്. ഭൂമുഖത്ത് ഹർസ്, മിഹ്റാസ് കൊണ്ട്, കലപ്പ കൊണ്ട് ഉഴുതുണ്ടാക്കുന്ന ഏതൊരു വിഭവങ്ങൾക്കും കൃഷി എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് ജന്തു കൃഷികളാവട്ടെ, മറ്റുള്ള എണ്ണ കൃഷികളാവട്ടെ, ഏത് വിഭാഗം മനുഷ്യർക്ക് ഭാവിയിൽ കിട്ടാനുള്ള ഉപകാരങ്ങൾ മുഴുവനും എടുത്ത് നശിപ്പിക്കുന്ന ഒരു വിഭാഗമായിരിക്കും ദീനുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. അവർ വളരാതിരിക്കുവാൻ വേണ്ടി സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണം. കൃഷി മാത്രമല്ല, വന്നസിൽ, അടുത്തു വരുന്ന തലമുറയെക്കുറിച്ചാണ് നസിൽ എന്ന് പറയുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറയെപ്പോലും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഫസാദുകളാണ് ഭൂമുഖത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനാൽ സത്യവിശ്വാസികൾ 1.25 ലക്ഷം പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ, നസീഹത്തുകൾ, അവരുടെ വാളുകൾ, അവരുടെ റിസാലകൾ മനസ്സിലാക്കി മനുഷ്യർ മുന്നോട്ട് നീങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. നിങ്ങൾക്ക് ഊർജം നൽകുന്നത്, ജീവൻ നൽകുന്നത്, നിങ്ങൾക്ക് ജീവിതം നൽകുന്നത്, അത് നിലനിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹുവിനോടുമുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കുക. അള്ളാഹു പറയുന്ന, അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള സംഗതികളിലൂടെ മുന്നോട്ട് പോവുക. പ്രവാചകൻ വിശദീകരിച്ചു തന്നിട്ടുള്ള സംഗതികൾ അത് വളരെ ഭംഗിയായി അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുക. ഓരോ സത്യവിശ്വാസികളും ദാഴികളാണ്, പ്രബോധകരാണ്. ഓരോ സത്യവിശ്വാസികളും നസീഹത്തിൻ്റെ ദീനുൻ നസീഹ, ദീൻ എന്ന് പറയുന്നത് തന്നെ ഗുണകാംക്ഷയാടിസ്ഥാനത്തിലുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ലോകത്ത് നാം കാണുന്ന സകലമാന ദുൽമുകളും ഫസാദുകളും മുസീബാത്തുകളും മനുഷ്യരുടെ കരങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടായി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഫസാദ് ഉണ്ടാകണമെന്ന് കൊതിക്കുന്നില്ല. അത് സൃഷ്ടിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്. അനാവശ്യമായുള്ള മനുഷ്യന്റെ ഇടപെടൽ കാരണമാണ് ബർറിലും ബഹറിലും, കരയിലും കടലിലും ഒരുപോലെ ഫസാദുകൾ പ്രകടമാകുന്നത്. സൂറത്ത് റൂമിൻ്റെ 41-ാമത്തെ ആയത്താണ് നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിന്, പ്രവാചകന്മാരുടെ റിസാലത്തിനെ പ്രബോധനം ചെയ്യാൻ മനുഷ്യർ തയ്യാറില്ലാത്തിടത്തോളം കാലം അവർക്ക് പലമാതിരി ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അദാബുൽ അദ്ന, അദാബുൽ അക്ബർ എന്ന രണ്ട് ശൈലിയും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. കുറ്റങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് അദാബുൽ അദ്ന നേരിടേണ്ടി വരും, പരലോകത്ത് വെച്ച് അദാബുൽ അക്ബർ നേരിടേണ്ടി വരും. അദാബുൽ അദ്ന എന്ന അർത്ഥത്തിലാണ് ദുനിയാവിൽ നിന്ന് മനുഷ്യൻ സഹിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെയും വിശുദ്ധ ഖുർആൻ നാമകരണം ചെയ്തിരിക്കുന്നത്. അദാബുൽ അക്ബർ വമ്പിച്ച ശിക്ഷ എന്ന അർത്ഥത്തിലാണ് പരലോക ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചന നൽകിയിട്ടുള്ളത്. സമൂഹത്തിൽ ഒരിക്കലും തിന്മകൾ വ്യാപിക്കാൻ പാടില്ല. ചെറിയ ചെറിയ തിന്മകൾ മുളച്ചു വരുമ്പോഴേക്കും സത്യവിശ്വാസികൾ ഇടപെടണം. അതില്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയണം. അല്ലെങ്കിൽ ഭൂമുഖത്ത് ഫസാദുകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അൻ ഉമ്മി സൽമ റളിയല്ലാഹു അൻഹാ ഖാലത്ത് സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇദാ ലഹറത്തിൽ മആസി ഫീ ഉമ്മതി അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി. എൻ്റെ സമുദായത്തിൽ ഏതെങ്കിലും വിധ തിന്മകൾ പ്രത്യക്ഷപ്പെട്ടാൽ, അത് ലോകത്തുടനീളം വ്യാപിക്കപ്പെട്ടാൽ, പിന്നീട് അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും. ശിക്ഷ ഇറങ്ങുമ്പോൾ ഫഖുൽതു യാ റസൂലല്ലാഹ് അമാ ഫീഹി മുനാസുൻ സാലിഹൂൻ. ശിക്ഷ ഇറങ്ങുന്ന നേരത്ത് പ്രവാചകരെ, സ്വാലിഹീങ്ങളായ നിരപരാധികളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലേ? എങ്ങനെയായിരിക്കും നിരപരാധികളായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഈ ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ചോദ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഖാല ബലാ ഖാലത്ത് ഫകൈഫ യസ്നഉ ഉലൈക ഖാല യുസീബുഹും മാ അസാബൻ നാസ് സുമ്മ യുസീറൂന ഇലാ മഗ്ഫിറതി മിനല്ലാഹി വരിദ്വാൻ. ഭൂമുഖത്തുണ്ടാകുന്ന സകലമാന ഫിത്നകളിലും സകലമാന അദാബുകളിലും സാധാ മനുഷ്യരെ പോലെ തന്നെ സത്യവിശ്വാസികളും ഉൾപ്പെടും. സ്വാലിഹീങ്ങളും അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സുമ്മ യുസീറൂന ഇലാ മഗ്ഫിറതി മിനല്ലാഹി വരിദ്വാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് മഗ്ഫിറത്ത് നൽകും. പരലോകത്ത് അല്ലാഹുവിൻ്റെ റിദ്വാനിലേക്ക് അവരെ ചേർക്കും. എന്നാലും ശരി, ദുനിയാവിൽ വെച്ചുണ്ടാകുന്ന സകലമാന പരീക്ഷണങ്ങളും അക്രമികൾ നേരിടുന്നത് പോലെ സത്യവിശ്വാസികളും നേരിടും. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും അങ്ങനെ കാണാൻ കഴിയും. ഇദാ ലഹറസ്സൂ ഫിൽ അർളി അൻസലല്ലാഹു ബിഅഹ്ലിൽ അർളി ബൈസഹു. ഭൂമുഖത്ത് ഭരണകൂടങ്ങളും മറ്റുള്ള സ്വാധീന ശക്തികളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ക്രൂരതകൾ, തീവ്രതകൾ, ഭീകരതകൾ അത് വ്യാപകമാകുമ്പോൾ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബൈസ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഫഖാലത്തു വഫീഹി മഹ്ലു തആത്തില്ലാ. അല്ലാഹുവിന് ഈ തആത്ത് നൽകുന്ന അല്ലാഹുവിൻ്റെ ദാസന്മാർ സഹിയായ സ്വാലിഹീങ്ങളും അതിലുണ്ടാവുകയില്ലേ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ഖാല നഅം സുമ്മ യുസീറൂന ഇലാ റഹ്മത്തില്ലാ എന്നാണ്. ലോകത്തുണ്ടാകുന്ന സകലമാന തിന്മകളിലും
ആ തിന്മയുടെ അനുയായികൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പീഡകളും സത്യവിശ്വാസികളും അനുഭവിക്കേണ്ടി വരും. അതിനാൽ നമ്മോട്, പ്രത്യേകിച്ചും സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, വക്രതയില്ലാത്ത ഈ ദീൻ, ദീനുൽ ഖയ്യിമിനെ അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു, ആർക്കും തടുക്കാനാവാത്തൊരു ദിനം വരാനുണ്ട്. ആർക്കും എതിർക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്തൊരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, അല്ലാഹുവിൻ്റെ ദീൻ, ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസ്, എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെടും. ഭയാശങ്കകൾ, ക്ഷാമം, ജീവനാശം, ധനനഷ്ടം, വിളനാശം മുതൽ എന്തൊക്കെ നാശങ്ങളുണ്ടോ ദുനിയാവിൽ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമയോടുകൂടി എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാറ്റിനുമുള്ള പരിഹാരം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന സംഗതികളിലൊക്കെ ഇടപെട്ടുകൊണ്ട്, നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതൊക്കെയും എടുത്തു വെച്ചുകൊണ്ട്, വരാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളാണെന്ന് വലിയ വലിയ സാമ്രാട്ടുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാമും അതിനു വേണ്ടിയൊക്കെ ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ പോലും നമ്മുടെ വീട്ടകങ്ങളിൽ നാം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. നമുക്കുറപ്പില്ല, ഇന്ന് നമ്മുടെ മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ നാളെ നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പും നമുക്കില്ല. ഇന്ന് ഒരു പക്ഷേ നാം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ നമ്മുടെ റിസ്കുകൾ ഒരുപാട് പലമാതിരി നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ അതൊക്കെ നാളെ കിട്ടുമോ, നാളെ വരുമോ, നാളെ മുതൽ വരുമോ എന്ന വിവരം നമുക്കില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ അവർക്ക് കഴിയുന്ന വഅദ്ദുലഹും മസ്തതഅ്തും മിൻ ഖുവ്വ, അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള പ്രതിരോധങ്ങൾ അവർ തീർക്കേണ്ടതുണ്ട്. അതിനാരെയും കാത്തിരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ രാജ്യത്തെയും ലോകരാജ്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുമാറാകട്ടെ. നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭീകരന്മാരായ ഭരണകൂടങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരുപാട് അജണ്ടകളുണ്ട്. അതിൽ നിന്നെല്ലാം സത്യവിശ്വാസികളായ നമ്മെ അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള കർമ്മങ്ങളിൽ മുഴുകുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വലിസായിരിൽ മുസ്ലിമീൻ വയാ ഫൗസൽ മുസ്തഗ്ഫിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.